മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ സാറ് ഇത്രയധികം സ്നേഹിച്ചിട്ടും കണ്ണൻ സാറിൻ്റെ സ്വത്തിന് മാത്രം പുറകെ പോകുന്ന ഉണ്ണിക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കാൻ മാർക്കോയും മഹാലക്ഷ്മിയും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി കമലേശ്വരത്തേക്ക് തിരികെ പോകുന്ന വഴിയിൽ വിജനമായിട്ട് സ്ഥലത്തെത്തുന്നതും കാറിൽ ഒരു തുള്ളി പോലും പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓഫായി പോകുന്നുണ്ട്. തുടർന്ന് ഉണ്ണി കാറിൽ നിന്നും ഇറങ്ങാണ്. അടുത്തൊന്നും ഒരു പെട്രോൾ ബങ്ക് പോലും കാണാത്തത് കൊണ്ട് തന്നെ ഈ പാതിരാത്രി എന്ത് ചെയ്യും എന്നാലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് കേട്ടോ ഉണ്ണി. ഇതേ സമയം ലിഫ്റ്റ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് ഉണ്ണി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നതും ആ പെൺകുട്ടിയുടെ മുഖത്തെ മുടി കാറ്റിൽ പറക്കുമ്പോൾ അത് മഹാലക്ഷ്മിയാണെന്ന് കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. അങ്ങനെ പേടിക്കുന്ന ഉണ്ണി റോഡിൽ ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഇവിടെ കമലേശ്വരത്താണെങ്കിൽ അന്ന് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചതുകൊണ്ട് തന്നെ ദുർഗയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. ഇതേ സമയം വീടിൻ്റെ വാതിൽ അനങ്ങുന്ന ശബ്ദം കേട്ട് ദുർഗ ഭയന്ന് വിറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ണിമോനെ എന്താ ഇത്ര നേരമായിട്ടും കാണാത്തത്, അവൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് കരുണയെ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് എന്നിട്ട് മോളെ ഉണ്ണിമോൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ണിയേട്ടൻ ഇവിടെ നിന്നും പുറപ്പെട്ടിട്ട് കുറേ സമയമായല്ലോ അമ്മേ, അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ദുർഗ വേഗം തന്നെ വാമനെ വിളിച്ചു വിവരം പറയാണ്. വാമേട്ട, ഉണ്ണിമോൻ ഇതുവരെ വന്നിട്ടില്ല, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു, അവൾ പ്രേതമായിട്ട് അലഞ്ഞു തിരിയുന്നുണ്ട് നമ്മളോടൊക്കെ പ്രതികാരം ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും ദുർഗയെ, ഞാനും മേഘനും കൂടിയിട്ട് അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ വാമൻ. അങ്ങനെ വാമൻ മേഘനെ വിളിക്കാനായിട്ട് റൂമിൽ ചെന്ന് കതകിൽ തട്ടുന്നുണ്ട്. അപ്പോൾ വാതിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ വാമൻ. തുടർന്ന് മഞ്ജുവിനോട് മഞ്ജു നീ ചെന്ന് വാതിൽ തുറക്കുക, ചിലപ്പോൾ അവളായിരിക്കും എന്നെ കൊല്ലാനായിരിക്കും അവൾ വന്നിരിക്കുന്നത് എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് മഞ്ജുവിനോടായിട്ട്. ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ഉറക്കം താൻ കുറേ കളഞ്ഞതല്ലേ, അപ്പോൾ താനും പെണ്ണിനെ ആലോചിച്ച് പേടിക്കുക എന്നെല്ലാം മനസ്സിൽ പ്രതികാരത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു ചെന്ന് വാതിൽ തുറക്കുകയാണ് കേട്ടോ. മേഘ, ഉണ്ണി ഇതുവരെ കമലേശ്വരത്ത് തിരിച്ചു വന്നിട്ടില്ല, ദുർഗ വിളിച്ചു വിവരം പറഞ്ഞു, നമുക്കൊന്ന് പോയി അന്വേഷിക്കുക എന്നെല്ലാം പറയുമ്പോൾ എങ്കിൽ അവന് ഉറപ്പായിട്ടും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു കാണും, എനിക്കും അന്ന് ഇതേ അനുഭവം തന്നെയാണ് അച്ഛ ഉണ്ടായത്, അന്ന് ഞാൻ കഷ്ടിച്ചാണ് അവളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നെല്ലാം മേഘം പറയുമ്പോൾ നമുക്ക് ഉടനെ പോയി അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് വാമൻ പറയുന്നതും അയ്യോ ഈ രാത്രി പുറത്ത് പോകാനോ, എനിക്ക് പേടിയച്ഛൻ, നമുക്ക് നാളെ രാവിലെ പോയി അന്വേഷിക്കാം എന്നെല്ലാം മേഘൻ പറയുന്നുണ്ടെങ്കിലും നീ ഒന്ന് പേടിക്കാതിരിക്കും മേഘ, ഞാനും വരാം നിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. അങ്ങനെ വാമൻ്റെ നിർബന്ധപ്രകാരം മേഘൻ കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചു ദൂരം പോകുന്നതും റോഡിൽ ബോധം കെട്ട് കിടക്കുന്ന ഉണ്ണിയെ കാണുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവർ ഉണ്ണിയെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാർക്കോയാണെങ്കിൽ മഹാലക്ഷ്മിയും കൂട്ടി ലേഖയുടെ വീട്ടിൽ എത്തുകയാണ് കേട്ടോ. ആ പ്രതാപനും അയാളുടെ അമ്മയും നാളെ തന്നെ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്നും തറവാട്ടിലേക്ക് ചെല്ലും. അതോടുകൂടി മഹാലക്ഷ്മിക്ക് കണ്ണൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാം. അല്ലെങ്കിലും ഇനി 1-2 ദിവസത്തിനുള്ളിൽ ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ആകാൻ പോവുമല്ലേ. ആ ക്ലൈമാക്സിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി അവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണമെന്ന് പറയുമ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, ഈ വീമ്പ് പറച്ചിലും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഉണ്ണിക്ക് ധൈര്യമൊന്നും തീരെയില്ല, അതതിൻ്റെ പേടിയെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ കരുണ വന്നതിന് ശേഷമാണ് അവൻ കണ്ണേട്ടൻ്റെ മുന്നിൽ നിവർന്നു നിന്ന് എങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതെന്ന് കണ്ണനേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ സാറിൻ്റെ അനിയന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്ന് ആ ഷോക്കിൽ ബോധം പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ മഹാലക്ഷ്മിയോട്. പിന്നീട് ഹോസ്പിറ്റലിലെത്തുന്ന ഉണ്ണിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് എന്തോ കണ്ട് ഭയന്ന് ബോധം പോയതാണ്, തലയുടെ പുറയിൽ ശക്തമായിട്ടുള്ള അടിയും കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ വാമനും മേഘനും. കുറച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ബോധം വരും, അപ്പോൾ റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് വാമൻ ദുർഗയെ വിളിച്ച് വിവരം പറയാണ്, ഉണ്ണി എന്തോ കണ്ട് ഉണ്ണി റോഡിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോൾ എൻ്റെ മോനെ എന്ത് പറ്റിയതാണ് വാമേട്ട എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അവളുടെ ശാപം നമ്മളെ വിടാതെ പിന്തുടരുകയാണെന്നെല്ലാം പറയുമ്പോൾ അവന് ബോധം പോയത് എന്തോ കണ്ട് ഭയന്നിട്ടാണെന്നാണ് ഡോക്ടർ പറയുന്നത്. മാത്രമല്ല തലയുടെ പുറകിൽ ആരോ അടിച്ചിട്ടുണ്ട് അതിൻ്റെ എന്നും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുർഗയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ വാമൻ.
പിറ്റേന്ന് കരുണയും ദുർഗയും പ്രതാപനും മുത്തശ്ശിയും മേഘനും എല്ലാം ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഉണ്ണിക്ക് ബോധം തിരികെ കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചു എന്നും അങ്ങനെയാണ് ബോധം കെട്ട് വീണത്, അവർ നമ്മളോട് പ്രതികാരം തീർക്കാനാണ് വന്നിരിക്കുന്നത് എന്നെല്ലാം ഉണ്ണി നടന്ന കാര്യങ്ങളെല്ലാം തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് എല്ലാവരും ഒന്നടങ്കം ഞെട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ തലയുടെ പുറകിൽ ആരാ അടിച്ചത് എന്ന് കരുണ ചോദിക്കുമ്പോൾ അതാണ് എനിക്കും മനസ്സിലാവാത്തത് എന്ന് ഉണ്ണി പറയുന്നുണ്ട്. തുടർന്ന് ഉണ്ണി കരുണയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ ഹോസ്പിറ്റലിൽ വന്നതല്ലേ കരുണേ, അല്ലെങ്കിലും ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ഒന്ന് നടത്തണം എന്ന് കരുതിയിരുന്നതല്ലേ, ഇനി അതിനായിട്ട് വരണ്ടല്ലോ. പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണവും നിൻ്റെ ശരീരത്തിൽ കാണുന്നില്ല, ഡോക്ടറെ കണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അതിവൻ പറഞ്ഞത് ശരിയാണെന്ന് ദുർഗയും പറയുന്നുണ്ട് കേട്ടോ. മോളെ നമുക്ക് എന്തായാലും ഡോക്ടറെ കാണാം, ഞാൻ മോളുടെ കൂടെ വരാം എന്ന് ദുർഗ പറയുമ്പോൾ അത് കേട്ട് ഒന്ന് പതറുന്നുണ്ട് കരുണ. അതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നെല്ലാം കരുണ പറയുന്നുണ്ടെങ്കിലും ദുർഗയുടെയും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും ഉണ്ണിയുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി കരുണയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കരുണയാണെങ്കിൽ എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിക്കുന്നത് പോലെ ദുർഗയോടൊപ്പം ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറുടെ റൂമിലെത്തുന്നതും മുൻപ് കൺസൾട്ട് ചെയ്തിരുന്ന ആ ഡോക്ടറെയല്ല കേട്ടോ കാണുന്നത്. അപ്പോൾ പഴയ ഡോക്ടർ എവിടെ പോയി എന്ന് നേഴ്സിനോടായിട്ട് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ എവിടെ നിന്നും സ്ഥലമാറ്റമായി പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ നേഴ്സ്. അപ്പോൾ അത് കണ്ട് ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ് കരുണ. അപ്പോൾ ഇത് കാണുന്ന ദുർഗ, നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത്, മോൾക്ക് ഒരു കുഴപ്പവും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് കരുണയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ദുർഗ. അങ്ങനെ കരുണയെ പരിശോധിച്ചതിന് ശേഷം ഈ കുട്ടി പ്രഗ്നൻ്റ് അല്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് കണ്ണ് തള്ളി നിന്ന് പോവുകയാണ് കേട്ടോ ദുർഗയ്ക്ക് അത് ഒട്ടും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അവിടെ ശരിക്കും പിടിക്കപ്പെടുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. ശേഷം നീ എന്തിനടി കള്ളം പറഞ്ഞ് ഞങ്ങളെ ഇത്ര നാളും കബളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മഹാലക്ഷ്മി, ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അയാളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ കഴിയില്ല എന്നറിയുന്ന അവൾ ആരുടെയെങ്കിലും കൂടി ഒളിപ്പിച്ചോടി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, നിങ്ങളോടൊക്കെ പറഞ്ഞത് എന്ന് കരുണ ഉള്ള കാര്യങ്ങളെല്ലാം ദുർഗയോട് തുറന്നു പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും എൻ്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു എന്നും കരുണ പറയുന്നുണ്ട്. ഇതറിയുന്നതും സഹിക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടു പോകുന്ന ദുർഗയാണെങ്കിൽ കരണമടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്